ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വെള്ളിയാഴ്ചത്തെ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. 12 മണി മുതൽ രാത്രി വരെയുള്ള ഒരു ഫുഡ് ഐറ്റംസിൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നാടൻ രീതിയിലുള്ളതാണ്. പിന്നെ കുറേ കമൻറ്റ് ഉണ്ടേനും ഉച്ചയോണിൻ്റെ റെസിപ്പീസ് എല്ലാം ഇടണേന്ന് പറഞ്ഞിട്ട്, പക്ഷേ അതൊന്നും കൂടുതലായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിക്കലുണ്ട് ഡെയിലി വ്ളോഗെല്ലാം ഇടുന്ന ആൾക്കാരെ സമ്മതിക്കണം, അത്രയും 25 മിനിറ്റ് 30 മിനിറ്റെല്ലാം ഇടുന്നത്. പിന്നെ നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതിന് വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് കുക്കിംഗ് കാര്യത്തിൽ. അപ്പം എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് മക്കളെ സ്കൂളിലൊന്നും പറഞ്ഞില്ല കേട്ടോ, കാരണം അത്യാവശ്യമായിട്ട് ഡോക്ടറെ അടുത്ത് പോകേണ്ടതുകൊണ്ട് സ്കൂളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം കാലിച്ചായ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 12 മണിക്കാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. സിമ്പിളായിട്ടുള്ള ഒരു പാസ്തയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഭയങ്കര ടേസ്റ്റാണിത്. ഇതിൽ ചിക്കനോ ഒന്നും ഇടണമെന്നില്ല, നോർമലായിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ ചിക്കനൊന്നും ഇട്ടിട്ടില്ല, ഉള്ളിയും പിന്നെ കുറച്ച് തക്കാളിയും പിന്നെ ഗാർലിക്കും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചെഡാർ ചീസാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. പിന്നെ പാലും മൈദപ്പൊടിയും ബട്ടറും, പിന്നെ അത് മസ്റ്റ് ആണല്ലോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതിരുന്നത്, ഞാൻ ഇതിന് മുന്നേ ഞാൻ വീഡിയോയും ഷോർട്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടാ. മക്കൾ അവിടെ കട്ട വെയിറ്റിങ്ങിലാണ്. ഇത് അമ്മനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓനിക്ക് ഞാൻ ഒന്ന് സ്പെഷ്യൽ ഡെക്കറേഷനെല്ലാം ചെയ്തിട്ട് വെച്ചതാണ്. ഓനിക്ക് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനിക്ക് പള്ളിയിലും പോകണം, അതുകൊണ്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ഇത് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനെല്ലാം പറ്റിയതാണ്, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നിത് ഉണ്ടാക്കിയാൽ വിചാരിച്ചല്ല, പിന്നെ ഒന്നുമില്ല, അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയത്. ഇതാവുമ്പം ചിക്കനൊന്നും ഇല്ലാണ്ട് തന്നെ മക്കൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള മക്കൾക്കും കൂടിയും കൊടുത്തിട്ടുണ്ട്. അവർ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിനും. പിന്നെ അമ്മേന് ഫസ്റ്റ് തന്നെ കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് പള്ളിയിൽ പോകണം. ഇപ്പോൾ ടൈം 12:58. ഇവിടെ അജ്മാൽ 1:15 ജുമ്മ തുടങ്ങുക. ഷാർജയിലാണെങ്കിൽ അതിലും നേരത്തെയാണ്. ഓരോ എമിറേറ്റിലും വ്യത്യാസമാണെന്നാണ് തോന്നുന്നത്, എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഷാർജയും അജ്മാനും മാത്രമേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ ഞാനും കഴിച്ചു, നല്ല വിശപ്പുണ്ടേനും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് പോയി കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് മട്ട അരിയാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. നല്ലോണം പൊടിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ കഞ്ഞി കുടിക്കാൻ പറ്റും. തേങ്ങാപ്പാൽ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും, പക്ഷേ ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇടുന്നില്ല, നല്ല ലൂസ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അളവൊന്നും നോക്കിയിട്ടില്ല കേട്ടോ, ഒരു ഏകദേശം ഞാൻ എടുത്തതാണ്. ഇനി ഇത് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലാണ് ഞാൻ കഞ്ഞി വെക്കുന്നത്. 3-4 പ്രാവശ്യം ഞാൻ കഞ്ഞീൻ്റെ അരി കഴുകി എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം, കാരണം പൊടിഞ്ഞ അരിയായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടേ എടുക്കാവൂ. ഇനി ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീ കുറച്ചിട്ട് ഒരു 3 വിസിലടിച്ചാൽ നമ്മളെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ചെമ്പിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. കുക്കറിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം, നമ്മൾ അരിയെ തന്നെ നിൽക്കണം. വിസിൽ വരുമ്പോൾ എല്ലായിടത്തേക്കും തെറിക്കും. അരിയെ തന്നെ നിന്നിട്ട് വിസിൽ വരുന്ന സമയത്ത് ഒന്ന് അമർത്തി കൊടുക്കേണ്ടി വരും. പിന്നെ ചെമ്പിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ വെച്ചത്. അവർക്ക് മദ്രസയിൽ പോകാൻ ടൈമായി. അമ്മന് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടിയിട്ട് കഞ്ഞി കൊടുക്കുന്നതാണ്. കുറച്ച് നേരം മുന്നേ ഞാനിത് പുറത്ത് വെച്ചത്, അതുകൊണ്ട് ഒരുവിധം തണിഞ്ഞിട്ടുണ്ട് കഞ്ഞി. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കഞ്ഞി കുറച്ച് ടൈറ്റിലാണ് ഉണ്ടാവുക. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഞ്ഞി ലൂസായിട്ടുണ്ടാവും. ഞാൻ നല്ല ലൂസിലാണ് ഇവർക്ക് കൊടുക്കൽ. അപ്പോൾ വേഗം തന്നെ കുടിക്കും. അവരെല്ലാവരും ചിലപ്പോൾ 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ കുടിക്കും. മദ്രസയിൽ എക്സാം ആയതുകൊണ്ട് അധികം ബ്രേക്കൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റാണ് കൊടുത്തത്. വെള്ളവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെയിലി ഉള്ള മദ്രസയുണ്ട്, പക്ഷേങ്കിൽ ഇവർക്ക് 3 ആൾക്ക് ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ആഴ്ചക്കുള്ള മദ്രസയാണ് എടുത്തിട്ടുള്ളത്. അത് ശനിയും വെള്ളിയാണ്. അങ്ങനെ അവർ പോയി അതിൻ്റെ ക്ലീനിങ്ങും അതുപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു അടിപൊളി പാർസൽ കിട്ടിയിട്ടുണ്ട്. എവിടുന്നാന്ന് വെച്ചാൽ നാട്ടിൽ നിന്നാണ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വരുമ്പോൾ കൊണ്ടുവന്നാണ്. പ്രത്യേകിച്ചിട്ട് തിന്നുന്ന എന്തെങ്കിലാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും തിരിയൂല. ഇന്നലെ രാത്രി തന്നെ പോയിട്ട് വാങ്ങേണ്ടതേനും ഇന്നലെ രാത്രിയത്തെ ബ്ലോക്കിലെല്ലാം കുടുങ്ങിപ്പോയോണ്ട് വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം കല്ലുമ്മക്കായ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറച്ചതല്ല, കല്ലുമ്മക്കായ് റോസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ ബീഫ് ഉണ്ട്. ബീഫെല്ലാം നല്ല തണുത്തിട്ടുള്ളത്. അവർ നല്ലോണം എന്താക്കി ഫ്രീസറിൽ വെച്ചിട്ടാണ് തോന്നുന്നു തന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ആയിട്ടില്ല. കുറേ കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിങ് കൊണ്ടുവന്നത്. അപ്പം ഒന്നും പറ്റിയിട്ടില്ല. ഇനി അടുത്തത് അൺബോക്സ് ചെയ്യാൻ പോവാണ്.
കണ്ട നല്ല വായിലെല്ലാം ചുറ്റിയിട്ടാണ് ഉള്ളത്. ഇതും നല്ല തണുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം ഇത് പുറത്ത് വെക്കേണ്ടി വരും. ആദ്യം തന്നെ കല്ലുമ്മക്കായ് പൊരിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശന്നിട്ടാണ് ഉള്ളത്. ഇന്ന് ഞാൻ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ ചോറും കറിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. നമുക്കും ഇങ്ങനെയെല്ലാം കഴിക്കുന്ന ഇഷ്ടം. പിന്നെ ഇല്ലേ, നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇതുപോലെ ഫുഡെല്ലാം കൊണ്ടുവരുമ്പം ഇവിടെയുള്ള പ്രവാസികൾക്കും നമ്മളെപ്പോലത്തെ ആൾക്കാർക്കെല്ലാം ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും. അത് കിട്ടുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാനിങ്ങനെ നാട്ടിലുള്ള സമയത്തിൽ ആലോചിക്കും, എത്രയായാലും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കും കേട്ടാ. എന്തായാലും ഒരു പ്രതീക്ഷിക്കുന്നുണ്ടാകും, ചെറുതെങ്കിലും കൊടുക്കുമായിരിക്കും എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ചായ വെച്ചിട്ടുണ്ട്, കല്ലുമ്മക്കായ് തണിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർ വെളിച്ചെണ്ണയിലാന്ന് തോന്നി എല്ലാ ഫുഡും ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളൊരു നൊര പോലെ കണ്ടിക്കില്ലേ, അത് രണ്ടും കൂടിയിട്ട് മിക്സ് ആയതുകൊണ്ടാന്ന് തോന്നേ. അങ്ങനെ ഞാനിത് പൊരിച്ച് മാറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. നമ്മളെ നാട്ടിലെ കല്ലുമ്മക്കായ് നിറച്ചത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമ്മൾ ആര് ഗൾഫിൽ വരുന്നുണ്ടെങ്കിലും ഫസ്റ്റ് കൊടുത്തേക്കുന്ന സാധനം കല്ലുമ്മക്കായ് നിറച്ചതാണ്. മറ്റുള്ള സ്ഥലത്തെല്ലാം കല്ലുമ്മക്കായ് തന്നെയല്ലേ പറയുക, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. നമ്മളിവിടെ കല്ലുമ്മക്കായ് എന്നാണ് പറയുക. പിന്നെ ഇളമ്പക്ക എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അത് നമ്മൾ കഴിക്കലേ ഇല്ല. അങ്ങനെ കടുപ്പത്തിലുള്ള ഒരു പാൽച്ചായയും ഇതെനക്കല്ല ഹസ്ബൻഡിനാണ്, ഞാൻ കട്ടനെ കുടിക്കുള്ളൂ. അപ്പം കല്ലുമ്മക്കായ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വൈകുന്നേരം തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാന് കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയ ഒരിക്കെല്ലാം പഠിച്ചവനെ ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. പിന്നെ ഇത് ഇവിടെ മാർക്കറ്റിലെല്ലാം കിട്ടും കേട്ടോ. ഞാൻ ആദ്യമെല്ലാം മേടിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം വന്നതിന് ശേഷം ഞാൻ മേടിച്ചിട്ടില്ല. നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഉമ്മാനോടെല്ലാം പറയലാണ്. മദ്രസ വിട്ട് വരുന്ന മക്കൾക്ക് എടുത്തു വെച്ചിട്ട് ബാക്കി നമ്മളെല്ലാം കഴിച്ച് അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. ഇവിടെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം കല്ലുമ്മക്കായ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്തതാണെന്നല്ലേ പറഞ്ഞത്, റോസ്റ്റ് ചെയ്തതല്ല കേട്ടോ. ഇത് മഞ്ഞളും മുളകും എല്ലാം ഇട്ടിട്ട് വറ്റിച്ചെടുത്തതാ. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഈ ഒരു റെസിപ്പി എന്തായാലും എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ നിറച്ച് പോകും കല്ലുമ്മക്കായ്. അപ്പം ഞാനിത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, 3 ഉള്ളി, 2 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. നേരത്തെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രഷ് ചെയ്ത വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയിട്ട് മിക്സ് ചെയ്താണത്. ഇനി ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ വേവിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ അധികം നേരമൊന്നും വാട്ടണമെന്നില്ല, പണികൾ വേഗം എളുപ്പമായിട്ട് കിട്ടും. ഞാനിങ്ങനെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കുക. കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസുമേൽ വെക്കുന്നുണ്ട്. 3 വിസിലടിച്ചാൽ മതി. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ബീഫും എടുക്കുന്നുണ്ട്. കാരണം ഹസ്ബൻഡ് മീൻ കഴിക്കൂല. അപ്പം ബീഫും ഞാൻ കൂടെ വെക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഫ്രിഡ്ജിന് തണുപ്പ് കുറവാണ്, വെച്ചിട്ട് വീണ്ടും കേടാവണ്ടെന്ന് വെച്ചിട്ടാണ്. ഇന്നലെ കൊണ്ടുവന്നതല്ലേ. 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും, 4 പച്ചമുളക്, പിന്നെ ഒരു 5 ഉള്ളി, പിന്നെ മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് കൊണ്ടുവന്ന ബീഫെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലുള്ള ബീഫാണ്. നല്ലോണം മസാല, മഞ്ഞളും മുളകും കുരുമുളകെല്ലാം ഇട്ട് വേവിച്ച് വറ്റിച്ചെടുത്തതാണിത്. ഇത് നോർമലായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തണുപ്പെല്ലാം പോയിട്ടുണ്ട്. ഞാൻ പൊരിക്കുന്നില്ല, പൊരിച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാവില്ല. അതവിടെ വെച്ചിട്ട് നേരത്തെ പൊരിച്ച് വെച്ച കല്ലുമ്മക്കായിനെ കൊണ്ട് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. കുറച്ചല്ലേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോണ്ട, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. കുക്കറിൽ വേവിച്ച് വെച്ചുകൊണ്ട് ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ മണമെല്ലാം ഒന്ന് പോണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം മസാലകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാത്തിനും നമ്മൾ വഴറ്റിയാലേ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികമൊന്നും വേണ്ട, എനിക്കൊരു ഗ്രേവി പോലെ കിട്ടേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി പൊരിച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വാടിയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയെല്ലാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം എനിക്ക് ഒരു ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കുറുകി വന്നോട്ടെ. നേരത്തെ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായത്. അപ്പം ഞാൻ ഇതെല്ലാം മുറിച്ചിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ വേവിച്ചെടുക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ 3 വിസിൽ, അതുപോലെ തന്നെ കട്ടിങ്ങും അതുപോലെ തന്നെയാണ്, കാണിക്കുന്നില്ല. അങ്ങനെ ഉള്ളി
ഉള്ളിയും തക്കാളിയും എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ശരിക്കും വെന്തിട്ടുണ്ടോയെന്ന്. കറക്റ്റ് കണ്ട ഇതിനി അധികമൊന്നും വാട്ടമൊന്നും ചെയ്യണമെന്നില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. കരിഞ്ഞു പോകാണ്ട് കിട്ടിക്ക്. ഞാനിതിൽ വെളിച്ചെണ്ണയോ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അധികം നേരം ഒന്നും ഇളക്കണമെന്നൊന്നുമില്ല. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളകാണ്, അത് ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൽ മസാലയെല്ലാം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം വേവിച്ച് വെച്ച ബീഫിലെല്ലാം മസാല ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സായി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കാം, അതുപോലെ ഉച്ചക്കും ഉപയോഗിക്കാം. ഇങ്ങനെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡെല്ലാം നമ്മൾ കുറച്ചായിട്ട് എടുക്കുകയുള്ളൂ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഉപയോഗിക്കും. കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് പിടിച്ചോട്ടെ ഇതിലേക്ക്. നമുക്ക് ഇതുപോലെ നാട്ടിൽ നിന്ന് ബീഫെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൊരിച്ചിട്ട് ചോറിന് ഉപയോഗിക്കാം. പിന്നെ ഇതുപോലെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിങ്ങനെ ചെയ്യൽ. അപ്പം ദോശക്കെല്ലാം കൂട്ടാൻ പറ്റിയതാണ്. കൂട്ടാനെന്ന് വെച്ചാൽ കഴിക്കാനെന്നാണ് നമ്മളെ നാട്ടിൽ കൂട്ടാനെന്ന് പറയും. ഇതിൻ്റെ കൂടെ ഞാൻ പരുത്തിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഓയിൽ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പത്തിൽ ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. പരുത്തിപ്പത്തിലിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. പരുത്തിപ്പത്തിലും പൊട്ടാറ്റോ കറിയും ഇത് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വാട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഒന്ന് പൊന്തി വരും, അന്നേരം നമുക്ക് എടുത്ത് മാറ്റാം. മൊത്തത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ നാട്ടിലത്തെ ഒറോട്ടീൻ്റെ ചെറിയൊരു അനിയനായിട്ട് വരും. ഇത് പൊടി കുഴച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. ആമീസിൻ്റെ പത്തിരിപ്പൊടിയും പിന്നെ നന്മേൻ്റെ പത്തൽപ്പൊടി ഞാൻ ഉപയോഗിക്കലുണ്ട്. പച്ചവെള്ളത്തിൽ ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ചുട്ടതെല്ലാം കാസ്ട്രോളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ചൂട് തണിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം ആടെ മക്കളെല്ലാം വെയിറ്റ് ചെയ്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനെല്ലാം കൂടി സെർവ് ചെയ്യാൻ പോവാണ്. കണ്ട നമ്മുടെ കറി ഇവിടെ നല്ല കളറില്ലേ, കാണാൻ മാത്രമല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ബീഫെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ചെയ്തൊക്കെ സൂപ്പറായിരിക്കും. ഞാനൊരു ബൗളിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിലും ലൂസാക്കി എടുക്കാൻ പറ്റും. ചോറിനെല്ലാം കൂട്ടാൻ അടിപൊളിയായിരിക്കും. പൊരിച്ചിട്ടും വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ മുന്നേ ഷോർട്സ് ചെയ്തിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കല്ലുമ്മക്കായും ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലേട്ടേക്ക് മാറ്റുന്നുണ്ട്. ഞാനും അമ്മനും മാത്രമേ മെയിനായിട്ട് കഴിക്കുള്ളൂ. മക്കളെ കാര്യം അറിയില്ല, കാരണം ഇത് കുറച്ച് എരിവുണ്ട്. കുരുമുളകെല്ലാം ഇട്ടുകൊണ്ട് കുറച്ച് എരിവുണ്ട്. എരിവുണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് വേവിച്ച സമയത്ത് തന്നെ നോർമലായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ചോറിന് അങ്ങനെ പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കല്ലുമ്മക്കായി നിറച്ച് പൊരിച്ചെല്ലാം വീഡിയോസ് ഞാൻ ഇതിൽ മുന്നേ എല്ലാം ഇട്ടിട്ടുണ്ടേനും. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കെ കേട്ടോ. അതുപോലെ കുഞ്ഞിപ്പത്തിൽ, നാടൻ ഫുഡ് എല്ലാം ഞാനിതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ഗ്രേവി പത്തിലിനും അതുപോലെ ദോശക്കെല്ലാം ബെസ്റ്റാണ്. പിന്നെ ഗോതമ്പ് ദോശക്കും കൂടെ കഴിക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.